ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മാജിക് റെസിപ്പീസ്. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? നമുക്ക് ഇന്നൊരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കാം. 4 മുട്ടയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. വൈറ്റ് ലെഗ്, സവാള എടുത്തിട്ടുണ്ട് 3 എണ്ണം, ഒരു തക്കാളി, പച്ചമുളക് ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി ഒരു 5 അല്ലി, ഇഞ്ചി ഒരു വലിയ കഷ്ണം എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ചോപ്പ് ചെയ്ത് ഇതിന് ചെറിയ പീസാണ് നമുക്ക് വേണ്ടത്. മല്ലിയിലയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിന്ന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് കുക്കിംഗ് തുടങ്ങാം. നമ്മളിതുപോലൊരു പാൻ വെച്ചു. പാൻ നല്ലപോലെ ചൂടായ ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇത്തരം കറികൾ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കണം. നാടൻ കറികളിൽ പെട്ടതാണല്ലോ മുട്ട റോസ്റ്റൊക്കെ. അപ്പോൾ അതുകൊണ്ട് വെളിച്ചെണ്ണ തന്നെ നമുക്ക് എടുക്കാം. വെളിച്ചെണ്ണ ഏകദേശമൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്ന ശേഷം നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മളിവിടെ സവാള കട്ട് ചെയ്ത് വെച്ചു, കണ്ടോ? ഇതുപോലെ സ്ലൈസ് ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഈ സവാളയും പച്ചമുളകും കൂടി ചേർത്ത് നമുക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല പോലെ ഇത് വളരെ തിന്നായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. കാരണം ഇതൊരു പേസ്റ്റ് പോലെ സ്മാഷായിട്ട് നമുക്ക് കിട്ടേണ്ടതാണ്, വഴങ്ങി കിട്ടേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ വളരെ നൈസായിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ എളുപ്പത്തിൽ വഴങ്ങി കിട്ടാനായിട്ട് നമുക്ക് പറ്റും. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇതുപോലെ കട്ട് ചെയ്ത് ഒരു 5 വെളുത്തുള്ളി എടുത്തിരിക്കുന്നത്, അത് കട്ട് ചെയ്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്താൽ വളരെ പെട്ടെന്ന് നമുക്ക് സവാള വഴറ്റിയെടുക്കാൻ പറ്റും. എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്, എങ്കിൽ പറയുകയാണ്. അപ്പോൾ സവാള നന്നായി വഴങ്ങി വരുന്നുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇഞ്ചി ഒന്ന് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. കണ്ടോ? വലിയ കഷ്ണം എടുത്ത് എന്താ വെച്ചാൽ നമുക്കിങ്ങനെ ചോപ്പ് ചെയ്യുമ്പോൾ അത് പിടിക്കാൻ എളുപ്പത്തിനാണ്. ഇങ്ങനെ ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇത്രയും മതിയാവും, വളരെ കുറച്ച് മതിയാവും. ഇത് നമ്മളൊരു സ്പൂണിൽ എടുക്കുകയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂണിൽ ഒരു 1/4 ടേബിൾ സ്പൂൺ അളവിലേ നമുക്കിത് കിട്ടുന്നത്. അത്രയും മതിയാകും. എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉപ്പൊക്കെ ഇട്ടതുകൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് വഴങ്ങി കിട്ടും. നല്ല ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്കിത് വഴറ്റിയെടുക്കാം. നമ്മുടെ സവാള ഏകദേശമൊക്കെ വഴങ്ങി കിട്ടിയിട്ടുണ്ട്, കേട്ടോ? നല്ലപോലെ വഴങ്ങി വന്നിട്ടുണ്ട്. സവാളയുടെ വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറി നന്നായി നമുക്ക് വഴങ്ങി കിട്ടി. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. നല്ലപോലെ വഴങ്ങിയ ശേഷം മാത്രമാണ് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുന്നത്, കേട്ടോ? കണ്ടോ? നല്ലപോലെ വഴങ്ങി. ഇനി തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളിയാണ് നമ്മൾ എടുത്തത്. അതും ഇതുപോലെ വളരെ നീറ്റിതായിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു നല്ല പഴുത്ത തക്കാളി എടുത്താൽ അത് മതിയാകും. തക്കാളിയുടെ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടല്ലോ, അതും കൂടി ചേർന്ന് ഇതിലേക്ക് പിടിക്കുമ്പോഴേക്കും കുറച്ചുകൂടെ സവാള നമുക്കൊന്ന് വഴങ്ങി കിട്ടും. നല്ല പേസ്റ്റ് പോലെയായിട്ട് നമുക്കത് കിട്ടും. തക്കാളിയും സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടി നല്ല പോലെ വഴങ്ങി കിട്ടിയ ശേഷം മാത്രമാണ് നമ്മൾ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. നേരത്തെ ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടുത്തിയപ്പോൾ ഞാൻ മസാലപ്പൊടികളെക്കുറിച്ച് പറഞ്ഞില്ല, കാരണം ഇത് ഉണ്ടാക്കുന്ന സമയത്ത് പറയാമെന്ന് ഓർത്തിട്ടാണ്. ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി കശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്, 1 ടീസ്പൂൺ നിറച്ച്, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂൺ, ഇറച്ചി മസാലപ്പൊടി 1 ടീസ്പൂൺ നിറച്ച്, ജീരകപ്പൊടി 1/4 ടീസ്പൂൺ. ഇത്രയാണ് നമ്മൾ ചേർക്കുന്ന മസാലപ്പൊടികൾ. ആദ്യമേ തന്നെ എല്ലാം പറഞ്ഞു വെക്കുമ്പോൾ ചിലർക്കൊരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാനിപ്പം കുക്ക് ചെയ്യുന്ന സമയത്ത് പറയുന്നത്. പിന്നെ കൂടാതെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ഇൻഗ്രീഡിയൻസും കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ പിന്നെ എല്ലാം കൂടി നോക്കി കഴിയുമ്പോഴേക്കും ഒരു ഐഡിയ കിട്ടും. അപ്പോൾ മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മളൊരു കാര്യം ചെയ്യേണ്ടത്, തീ കുറച്ച് വെച്ചിട്ട് വേണം മസാലപ്പൊടികൾ മൂപ്പിച്ചെടുക്കാൻ. മസാലക്കുത്തൊക്കെ മാറി നല്ലപോലെ വഴങ്ങി കിട്ടിയ ശേഷം നമുക്കൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ മസാലയിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ചൂടുവെള്ളമായിരിക്കണം. മസാല നമ്മൾ മൂപ്പിച്ച് അതിനിടയ്ക്ക് കൊടുക്കുന്ന വെള്ളം എപ്പോഴും കുറച്ച് ചൂടുവെള്ളമെങ്കിലും ആയിരിക്കണം. അധികം ചൂടില്ലെങ്കിലും നേരിയ ചൂടുള്ള വെള്ളമായിരിക്കും, അല്ലെങ്കിൽ കറിക്കൊരു പച്ചവെള്ളത്തിൻ്റെ ടേസ്റ്റ് വരും. അതുകൊണ്ടിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും വെള്ളം ഒഴിച്ച് കൊടുത്ത ശേഷം ഒന്ന് തിളക്കട്ടെ. ഒന്ന് ജസ്റ്റ് തിളച്ച് കിട്ടി. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മളിവിടെ മുട്ട എല്ലാം പുഴുങ്ങി നന്നായി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. മുട്ട ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യണം. വേണമെന്നുണ്ടെങ്കിൽ മുട്ട പകുതിയായിട്ട് കട്ട് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇതുപോലെ ഒരു മുട്ട എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കണം. മസാല കയറുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എല്ലാ മുട്ടയും നമുക്കിതുപോലെ കട്ട് ചെയ്ത്
ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു കാര്യം, മുട്ട നമ്മൾ മുറിക്കുമ്പോൾ ഒരു എഗ് കട്ടറുണ്ട്, ആ സംഭവം ഇല്ല എന്നുള്ളവരാണെങ്കിൽ കത്തി വെച്ച് മുറിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ ഈ കത്തിയിൽ ചെറുതായിട്ടൊന്ന് ബട്ടർ തേച്ച് കൊടുക്കുകയാണെങ്കിൽ മുട്ട മുറിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലെ ഉണ്ണി ഉണ്ടല്ലോ, അത് നമുക്കിങ്ങനെ അടർന്നു പോവാതെ കിട്ടും. അഥവാ ഇനി അത് പറ്റിയില്ലെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമായിട്ടുള്ളൊരു കാര്യമുണ്ട്. നമ്മുടെ വീട്ടിലെല്ലാവരുടെ വീട്ടിലുള്ള ഒരു സംഭവം, നൂലില്ലേ, നൂല് സ്റ്റിച്ച് ചെയ്യുന്ന നൂല്, ആ നൂലൊന്ന് നനച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ അതിൻ്റെ നടുവിലൂടെ ഒന്ന് വലിച്ചാൽ മതി. മുട്ട വളരെ ക്ലീനായിട്ട് അതിൻ്റെ മഞ്ഞക്കരുവിനൊന്നും ഒന്നും പറ്റാതെ നമുക്ക് കട്ട് ചെയ്ത് കിട്ടും. വളരെ നീറ്റ് ആൻഡ് ക്ലീനായിട്ട് കിട്ടും. അങ്ങനെയും നമുക്ക് പരീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ മുട്ടയൊക്കെ ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മുടെ മസാലയില്ല ആ മുട്ടയിൽ ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചു. കണ്ടോ, ഈ മസാല പൊതിഞ്ഞ് വെക്കുമ്പോൾ അതിൻ്റെ മസാല ഒരു സ്വാദുണ്ടല്ലോ, ഒരു ടേസ്റ്റ് ആ മുട്ടയിലേക്ക് പിടിക്കാനാണ് നമ്മളങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ട റോസ്റ്റാണിത്. നമ്മൾ മുട്ട റോസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് മല്ലിയിലയും കൂടി ഇട്ട് ഒന്ന് അലങ്കരിക്കാം. അതിൻ്റെ ഒരു നല്ല ഒരു അരോമ വരുന്നുണ്ട്. വളരെ സ്വാദേറിയ അപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഡ്രൈ മുട്ട റോസ്റ്റാണ് നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. കണ്ടോ, വളരെ ടേസ്റ്റിയാണ് ഈ ഒരു സംഭവം. വളരെ സിമ്പിളാണ്, പക്ഷേ നല്ലൊരു ടേസ്റ്റുള്ള ഒരു മുട്ട റോസ്റ്റാണ് ഇന്നത്തേത്. നമുക്ക് അടുപ്പ് ഓഫ് ചെയ്തേക്കാം. കണ്ടോ, അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ. ഉണ്ടാക്കിയിട്ട് നമുക്ക് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയണം. നമ്മുടെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയുന്ന എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അത് ഒരുപാട് പ്രചോദനമാണ് നമ്മുടെ ചാനലിന് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ താങ്ക് യു വെരി മച്ച്. നമ്മുടെ ചാനലിൻ്റെ കൂടെ തുടർന്നും ഉണ്ടായിരിക്കുക. കുഞ്ഞുമക്കൾക്ക് എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. എല്ലാവർക്കും സന്തോഷത്തോടെ താങ്ക് യു വെരി മച്ച്.